നമസ്കാരം. എക്സലിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിസിക്സിൽ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 2 സെക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഗ്രാഫും രണ്ടാമത്തത് ഇക്വേഷൻസ് ഓഫ് മോഷനുമാണ്. ഇക്വേഷൻസാണ്, മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട 3 ഗ്രാഫ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ്, സെക്കൻഡ് വൺ സ്പീഡ് ടൈം ഗ്രാഫ്, തേർഡ് വൺ വെലോസിറ്റി ടൈം ഗ്രാഫ്. അങ്ങനെ ഈ 3 ഗ്രാഫാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഈ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസാണ്. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ആ 3 ഇക്വേഷൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ 3 ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസും ആണ് രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരായിരിക്കും വെലോസിറ്റി ടൈം റിലേഷൻ. രണ്ടാമത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പൊസിഷൻ ടൈം റിലേഷൻ. ലാസ്റ്റ് വൺ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസും ഈ 3 ഇക്വേഷൻസും വച്ചിട്ടുള്ള പ്രോബ്ലംസും ആയിരിക്കും രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് 3 ഗ്രാഫ്, ആ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയ പ്രോബ്ലംസ് കാണും. പിന്നെ അത് കഴിഞ്ഞ് 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 3 ഗ്രാഫാണ് ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഈ 3 ഗ്രാഫിൻ്റെയും നമുക്ക് പഠിക്കാനുള്ള 3 ഗ്രാഫിൻ്റെയും എക്സ് ആക്സിൽ വരുന്നത് ടൈം ആയിരിക്കും. ആ സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിലും പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിലും വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലും അതിൻ്റെ എക്സ് ആക്സിൽ വരുന്നത് ടൈം ആയിരിക്കും. വൈ ആക്സിൽ വരുന്നത് മാത്രമേ മാറും. അപ്പോൾ ഒരു ഗ്രാഫിനെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫ് 2 ഡയമെൻഷൻ ഗ്രാഫാണ്. 2 ഡയമെൻഷൻ ഗ്രാഫിൽ 2 ആക്സിസ് ഉണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ആക്സിസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും, വെർട്ടിക്കൽ ആക്സിസിനെ വൈ ആക്സിസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 3 ഗ്രാഫിൻ്റെയും ഹൊറിസോണ്ടൽ ആക്സിസിൽ അല്ലെങ്കിൽ തിരശ്ചീന ആക്സിസിൽ ടൈം അല്ലെങ്കിൽ സമയമായിരിക്കും വരുന്നത് 3 ഗ്രാഫിൻ്റെയും. അതിൻ്റെ വെർട്ടിക്കൽ ആക്സിൽ മാത്രമായിരിക്കും ക്വാണ്ടിറ്റീസ് മാറുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ വെർട്ടിക്കൽ ആക്സിൽ പൊസിഷൻ ആയിരിക്കും. സ്പീഡ് ടൈം ഗ്രാഫിലാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ആക്സ് അല്ലെങ്കിൽ വൈ ആക്സിൽ സ്പീഡായിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിലാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ആക്സിൽ വെലോസിറ്റി ആയിരിക്കും. ഇനി എക്സ് ആക്സും വൈ ആക്സും മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒരു പേര് പറയും. ആ പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയും. ആ പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയും. എക്സ് ആക്സിസും അതായത് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഒറിജിൻ എന്ന് പറയും. ഇനി ഒരു ഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഗ്രാഫിൽ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് 2 ഡയമെൻഷൻ ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിൽ പോയിന്റ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 2 കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. നമ്മൾ ആദ്യം എഴുതുന്നത് എക്സ് കോർഡിനേറ്റും രണ്ടാമത് എഴുതുന്നത് വൈ കോർഡിനേറ്റും ആയിരിക്കും. വിത്തിൻ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുന്നത്. അതായത് എക്സിനൊരു നമ്പർ, ഒരു വാല്യൂ കാണും, വൈയിനൊരു വാല്യൂ കാണും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഗ്രാഫിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആ ഗ്രാഫ് ഏത് സ്കെയിലാണ്, അതായത് ഏത് തോതിലാണ്, ഏത് അളവിലാണ് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്നത് എന്ന് എക്സാം പേപ്പർ നോക്കുന്ന ആളിന് മനസ്സിലാവണം. എന്താണ് സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് തന്നെ പല സൈസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സൈസ് കൂടിയത്, വലുതായത്, ചെറുതായത് പല സൈസിൽ കാണും. അപ്പോൾ ആ സൈസ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എടുക്കുന്ന സ്കെയിലിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ സ്കെയിൽ മാറുന്നതനുസരിച്ച്, അളവ് മാറുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ സൈസ് ചെറുതാവുകയും വലുതാവുകയും ചെയ്യും. നമുക്ക് ഒരേ ഗ്രാഫ് തന്നെ പല സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് നമ്മളെടുക്കുന്ന സ്കെയിലിനനുസരിച്ചായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏത് തോത് ഉപയോഗിച്ചാണ്, ഏത് അളവ് ഉപയോഗിച്ചിട്ടാണ് ആ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് എക്സാം പേപ്പർ നോക്കുന്ന ആളിന് മനസ്സിലാവണം.
അപ്പോൾ അതിനെപ്പോഴും ഗ്രാഫ് വരച്ച് റൈറ്റ് സൈഡ് മുകളിലായിട്ട് സ്കെയിൽ എഴുതണം. അതായത് എക്സ് ആക്സിസ് നമ്മൾ ഏത് അളവിലാണ് വരച്ചത്, വൈ ആക്സിസ് നമ്മൾ ഏത് അളവിലാണ് വരച്ചത് എന്ന് ഇവിടെ എഴുതണം. എപ്പോഴും നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത്, ആക്സിൽ നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ സ്പേസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. ഈ ലെങ്ത് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. 1 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് എല്ലാം, ഈ സ്പേസ് എല്ലാം 1 സെന്റിമീറ്റർ ആയിരിക്കണം. അത് എക്സ് ആക്സിലും വൈ ആക്സിലും അതുപോലെ ആയിരിക്കണം. 2 സെന്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ 2 സെന്റിമീറ്റർ വെച്ച് തന്നെ എടുക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർവെൽ എന്ന് പറയും. ഈ ഇന്റർവെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1, അതായത് 1 ആണ്. അടുത്ത ഗ്യാപ്പ് എടുക്കുക, അടുത്ത ഇന്റർവെല്ലിന്റെ വില എന്ന് പറയുന്നത് 1 ആണ്. 1 to 2 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ആ സ്കെയിൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം, എക്സ് ആക്സിലായാലും വൈ ആക്സിലായാലും. നമ്മൾ കുറച്ചുകൂടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാഫിൽ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ പോയിന്റ്സ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന പോയിന്റ് 0,0, അതായത് നമ്മൾ ഗ്രാഫിൽ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് കോമ വൈ എന്നാണ്. അതായത് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റും രണ്ടാമത് വൈ കോർഡിനേറ്റും. അപ്പം എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും 0 ആകുന്ന പോയിന്റ് ഈ ഗ്രാഫിൽ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിൽ എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് ഈ പോയിന്റാണ്. ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിൽ വൈയുടെ വാല്യൂ 0 വരുന്ന പോയിന്റും ഇതാണ്. അപ്പോൾ ഈ പോയിന്റാണ് 0,0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഒറിജിൻ. അടുത്ത പോയിന്റ് 2,2. 2,2 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എക്സ് ആക്സിൽ 2 എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് 2ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഇനി വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2ൽ വൈ ആക്സിൽ 2 മാർക്ക് ചെയ്യും. 2ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. രണ്ടും മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് ഈ ഗ്രാഫിൽ 2,2 എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഈ വരയ്ക്കുന്ന ലൈന് നമുക്ക് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈനിൻ്റെ ആവശ്യമില്ല. ആ ലൈൻ മായ്ച്ചു കളയുന്നതായിരിക്കും ഗ്രാഫ് കുറച്ചും കൂടി കാണാൻ വൃത്തിയായിരിക്കുന്നത്. ഇതാണ് 2,2 എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 4,1. ഇതെങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ ആണ് 4, രണ്ടാമത് വൈയുടെ വാല്യൂ 1. അപ്പോൾ എക്സ് ആക്സിൽ 4 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. 4ൽ വെച്ചുകൊണ്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും, ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കും. വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ വൈ ആക്സിൽ 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. 1ൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. രണ്ടും മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് 4,1. നമുക്ക് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഗ്രാഫിൽ 4,1 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് 1,0 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? 1,0 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 0ഉം ആണ്. അപ്പോൾ എക്സ് ആക്സിൽ 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി വൈയുടെ വാല്യൂ 0 ആണ്. വൈയുടെ വാല്യൂ 0 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് വൈയുടെ വാല്യൂ 0 വരുന്നത്. അപ്പം 1,0 എന്ന് പറയുന്ന പോയിന്റ് എക്സിന്റെ വാല്യൂ 1 ആകുന്നതും വൈയുടെ വാല്യൂ 0 ആകുന്നതും ഈ പോയിന്റാണ്. ഈ പോയിന്റാണ് 1,0. അടുത്തത് 0,1. എക്സിന്റെ വാല്യൂ 0ഉം വൈയുടെ വാല്യൂ 1ഉം വരുന്ന പോയിന്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? എക്സിന്റെ വാല്യൂ 0 വരുന്നത് ഒറിജിൻ ഇവിടെയാണ്. വൈയുടെ വാല്യൂ 1 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ പോയിന്റാണ് എക്സിന്റെ വാല്യൂ 0 ആകുന്നതും വൈയുടെ വാല്യൂ 1 ആകുന്നു, 0,1. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രാഫിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് ആണ് വൈ ആക്സിസ്. നമുക്ക് പഠിക്കാനുള്ള 3 ഗ്രാഫാണ്: പൊസിഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ സ്ഥാനം സമയ ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, വേഗത സമയ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗം സമയ ഗ്രാഫ്. നമുക്ക് പഠിക്കാനുള്ള 3 ഗ്രാഫിൻ്റെയും എക്സ് ആക്സിൽ വരുന്നത് ടൈം അല്ലെങ്കിൽ സമയമായിരിക്കും, വൈ ആക്സിസ് മാത്രമായിരിക്കും മാറുന്നത്.
നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ ഏത് സ്കെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്, ഏത് തോത് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നതെന്ന് എഴുതണം. വൈ ആക്സും ഏത് സ്കെയിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, ഏത് തോതിലാണ് എഴുതുന്നതെന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഈ മോഡലിലായിരിക്കും. നിങ്ങൾക്കൊരു ടേബിൾ തരും, ആ ടേബിളിൽ പൊസിഷനും ടൈമും മാർക്ക് ചെയ്തേക്കും, അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്നതിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് വരയ്ക്കേണ്ട ഗ്രാഫ് എക്സ് ആക്സിൽ ടൈം മാർക്ക് ചെയ്യും, വൈ ആക്സിൽ പൊസിഷൻ മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് യൂണിറ്റ് കൂടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നതിൽ പൊസിഷൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ്റെ യൂണിറ്റ് മീറ്റർ എന്ന് എഴുതുക. ടൈമിൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് സെക്കൻഡാണ്. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് കൂടി എഴുതുക. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കുക. 0 to 4 ആണ്. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് 0 to 4ഉം ടൈം ചേഞ്ച് ചെയ്യുന്നത് 0 to 4ഉം ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് ആക്സിസിൽ നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ റേഞ്ചിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്പർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ആക്സിൽ ടൈം 0 to 5 അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പേസ്, ഈ ഇൻ്റർവെല്ലിൽ യൂണിഫോം ആയിട്ടായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എടുത്താണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാം 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അത് 2 സെൻറ്റിമീറ്റർ എടുത്താണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാം 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യാം. എക്സ് ആക്സും വൈ ആക്സും അതുപോലെയാണ്. വൈ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പൊസിഷനാണ് 0 to 4 ആണ്. അപ്പോൾ അത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വൈ ആക്സിൽ മാർക്ക് ചെയ്യേണ്ടത്. 0 to 4 വരെ മാർക്ക് ചെയ്തു. ഈ സ്പേസ് അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ല് യൂണിഫോം ആയിട്ടായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ എല്ലാം 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 2 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം 2 സെൻറ്റിമീറ്റർ വെച്ചാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഏത് തോതിലാണ്, ഏത് സ്കെയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നതെന്ന് ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ എഴുതണം. എക്സ് ആക്സ് നോക്കിയേ. എക്സ് ആക്സിൽ എങ്ങനെയാണ് സ്കെയിൽ എഴുതുന്നത്? എക്സ് ആക്സിൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്താണ് വരയ്ക്കുന്നതെങ്കിൽ 1 സെൻറ്റിമീറ്റർ, എക്സ് ആക്സിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വെച്ചാണ് കൂടുന്നത് നോക്കിയേ. 0 to 1, 1 to 2, 2 to 3 ആണ്. അതായത് ഓരോ 1 സെൻറ്റിമീറ്റർ കഴിയും തോറും എക്സ് ആക്സിൽ വാല്യൂ 1 വെച്ച് കൂടുന്നുണ്ട്. അപ്പം എക്സ് ആക്സിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി യൂണിറ്റ് എഴുതണം. എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടൈമാണ്. അപ്പം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ സ്കെയില് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 സെക്കൻഡ്. ഇനി വൈ ആക്സിൻ്റെ യൂണിറ്റ് നോക്കിയേ. വൈ ആക്സിൻ്റെ സ്കെയിൽ എങ്ങനെയായിരിക്കും വരുന്നത്? വൈ ആക്സിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്താണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ വൈ ആക്സിലും 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു, ഇവിടെയും പൊസിഷൻ ചേഞ്ച് ആവുന്നത് ഓരോ മീറ്റർ വെച്ചാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ കഴിയും തോറും പൊസിഷൻ ഓരോ മീറ്റർ വെച്ച് ചേഞ്ച് ആവും. ആദ്യം 0 ആയി, പിന്നെ 1 ആയി, പിന്നെ 2 ആയി, പിന്നെ 3 ആയി, പിന്നെ 4 ആയി. അപ്പോൾ അവിടെയും 1 സെൻറ്റിമീറ്റർ എത്ര വെച്ചാണ് കൂടുന്നത്? 1 മീറ്റർ വെച്ചിട്ടാണ് കൂടുന്നത്. പൊസിഷൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കെയിൽ എഴുതുന്നത്. എക്സ് ആക്സിൻ്റെ സ്കെയിലും വൈ ആക്സിൻ്റെ സ്കെയിലും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ തന്നിരിക്കുന്ന ടേബിളിലെ വാല്യൂസിനെ നമുക്ക് പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് ഗ്രാഫ് ഈ ടേബിൾ നോക്കി. പൊസിഷൻ 0 ആയിരിക്കുന്ന സമയത്ത്, ടൈം 0 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ 0. ടൈം 1 സെക്കൻഡായി, പൊസിഷൻ 1 മീറ്ററായി. ടൈം 2 സെക്കൻഡായി, പൊസിഷൻ 2 മീറ്ററായി. ടൈം 3 സെക്കൻഡായി, പൊസിഷൻ 3 മീറ്ററായി. ടൈം 4 സെക്കൻഡായി, പൊസിഷൻ 4 മീറ്ററായി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ടൈം 0, പൊസിഷൻ 0. അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 0,0. ഓക്കെ, 0,0. അടുത്ത പോയിന്റ് ടൈം 1 സെക്കൻഡും പൊസിഷൻ 1 മീറ്റർ. അപ്പോൾ അടുത്ത മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 1,1. അടുത്തത് ടൈം 2 സെക്കൻഡ്, പൊസിഷൻ 2 മീറ്റർ. അപ്പോൾ അടുത്ത മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 2,2. അടുത്തത് ടൈം 3 സെക്കൻഡ്, പൊസിഷൻ 3 മീറ്റർ. അപ്പോൾ 3,3. ലാസ്റ്റ് പോയിന്റ് ടൈം 4 സെക്കൻഡ്, പൊസിഷൻ 4 മീറ്റർ. അപ്പോൾ ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്യേണ്ട പോയിന്റ് 4,4. അപ്പോൾ ഇത്രയും 5 പോയിന്റ്സ് ആണ് ഈ ഗ്രാഫിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് 0,0. 0,0 എന്ന് പറയുന്നത് നമുക്കറിയാം ഒറിജിനാണ്. ഫസ്റ്റ് പോയിന്റ് 0,0 ഒറിജിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് 1,1. ഇതെങ്ങനെ മാർക്ക് ചെയ്യുന്ന? എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1. അപ്പോൾ എക്സ് ആക്സിൽ നിന്ന് 1 മാർക്ക് ചെയ്യും,
എന്നിട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. വൈ ആക്സിൽ ഒന്ന് മാർക്ക് ചെയ്യും. അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും 1,1. പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ലൈനിൻ്റെ ആവശ്യമില്ല. ലൈൻ വായിച്ചു കളഞ്ഞാൽ മതി. സെക്കൻഡ് പോയിന്റ് 2,2. അതായത് എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2. ഇപ്പോൾ 2,2 എങ്ങനെ മാർക്ക് ചെയ്യും? എക്സ് ആക്സിൽ 2 മാർക്ക് ചെയ്യും. 2ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. വൈ ആക്സിൽ 2 മാർക്ക് ചെയ്യും. 2ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും 2,2. അടുത്ത പോയിന്റ് 3,3. എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 3. ഇപ്പോൾ എക്സ് ആക്സിൽ 3 മാർക്ക് ചെയ്യും. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. വൈ ആക്സിൽ 3ൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ. തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും 3,3. ലാസ്റ്റ് പോയിന്റ് 4,4. ലാസ്റ്റ് പോയിന്റ് 4,4. എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 4. എക്സ് ആക്സിൽ 4, 4ൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ. വൈ ആക്സിൽ 4, 4ൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ. തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും 4,4 എന്ന് പറയും. ഇപ്പം നമ്മൾ കിട്ടേണ്ട 5 പോയിന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് 0,0, 1,1, 2,2, 3,3. ലാസ്റ്റ് പോയിന്റ് 4,4. അപ്പോൾ ഈ കിട്ടിയ 5 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നമുക്ക് കിട്ടേണ്ട ഗ്രാഫ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. എപ്പോഴും ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് മാറുന്നതനുസരിച്ച് ഗ്രാഫിൻ്റെ ഷേപ്പും മാറും. ചിലപ്പോൾ നമ്മൾ കിട്ടുന്ന ഗ്രാഫ് കർവ്ഡ് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മൾ നേരത്തെ വരച്ചതിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് കിട്ടിയത്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ടേബിൾ തരാതെ ഇതുപോലെ ഫിഗർ മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് നമ്മൾ ആദ്യം ടേബിൾ എഴുതണം. ടേബിൾ എഴുതിയതിന് ശേഷം മാത്രം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ടേബിൾ എങ്ങനെ എഴുതും? നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇപ്പോൾ ടൈമും പൊസിഷനും ഉണ്ട്. ടൈം 0 സെക്കൻഡിൽ, പൊസിഷൻ 0 മീറ്റർ. അപ്പം പൊസിഷൻ 0 മീറ്റർ. ടൈം 2 സെക്കൻഡ്, പൊസിഷൻ 5 മീറ്റർ. പൊസിഷൻ 5. ടൈം 4 സെക്കൻഡ്, പൊസിഷൻ 20 മീറ്റർ. ടൈം 6 സെക്കൻഡ്, പൊസിഷൻ 26 മീറ്റർ. ടൈം 8 സെക്കൻഡ്, പൊസിഷൻ 44 മീറ്റർ. ടൈം 10 സെക്കൻഡ്, പൊസിഷൻ 50 മീറ്റർ. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ ഫിഗർ മാത്രമായിരിക്കും കാണുന്നത്. ആ ഫിഗറിന് നമ്മൾ ആദ്യം ടേബിളിലോട്ട് മാറ്റണം. ടേബിളിൽ നിന്ന് പിന്നീട് നമുക്ക് ഗ്രാഫിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ആക്സിൽ ടൈം മാർക്ക് ചെയ്തു, പൊസിഷനിൽ വൈ ആക്സിൽ പൊസിഷൻ മാർക്ക് ചെയ്തു. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പൊസിഷൻ്റെ യൂണിറ്റ് മീറ്റർ. രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആക്സിസിൽ, എക്സ് ആക്സിലും വൈ ആക്സിലും നമ്പർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈമിൻ്റെയും പൊസിഷനും നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ടൈം 0 മുതൽ 10 സെക്കൻഡ്സ് വരെയാണ്. അപ്പോൾ നമുക്ക് എക്സ് ആക്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്പർ ചെയ്യുന്ന സമയത്ത് 0 to 10 മതി. നമുക്ക് 0, 2, 4, 6, 8, 10 അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 10 അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പൊസിഷൻ നോക്കാം. പൊസിഷൻ 0 to 50 വരെയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് 0, 5, 10, 15, 20 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് 0, 10, 20, 30, 40, 50 ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഗ്രാഫിൻ്റെ സൈസ് വരുന്നത്. ചിലപ്പോൾ ഗ്രാഫ് ചെറുതാവും, ചിലപ്പോൾ ഗ്രാഫ് വലുതായിട്ടായിരിക്കും വരുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് തോതിലാണ്, ഏത് സ്കെയിലാണ് എക്സ് ആക്സിലും വൈ ആക്സിലും നമ്പർ ചെയ്തതെന്ന് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ ഈ വരച്ചിരിക്കുന്ന ഈ സ്പേസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ വെച്ചാണ് വരച്ചിരിക്കുന്നത്. അതാണ് ഞാൻ എക്സ് ആക്സിൽ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയത്. വൈ ആക്സിലും ഈ ഓരോ സ്പേസും 2 സെൻറ്റിമീറ്റർ വെച്ചാണ് വരച്ചിരിക്കുന്നത്. അതാണ് വൈ ആക്സിലും 2 സെൻറ്റിമീറ്റർ എഴുതിയത്. ഇനി എക്സ് ആക്സിൽ എങ്ങനെയാണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്? 0, 2, 4, 6 ആണ്. അതായത് ഓരോ 2 സെൻറ്റിമീറ്റർ കഴിയും തോറും 2 വെച്ച് കൂടുക. അപ്പോൾ എക്സ് ആക്സിൻ്റെ സ്കെയിൽ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ്. വൈ ആക്സിൽ ഓരോ ഇൻ്റർവെല്ലിൽ കഴിയും തോറും വൈയുടെ വാല്യൂ എത്ര വെച്ചാണ് കൂടുന്നത്? 10 വെച്ചാണ് കൂടുന്നത്. അപ്പം വൈ ആക്സിൻ്റെ സ്കെയിൽ 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു
10 മീറ്റർ. ഇത്രയാണ് സ്കെയിൽ നമ്മൾ എഴുതുന്നത് റൈറ്റ് സൈഡ് മുകളിലായിട്ടായിരിക്കണം എഴുതേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് പോയിന്റ് 0,0. 0,0 എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഫസ്റ്റ് പോയിന്റ് ഒറിജിൻ. അടുത്ത പോയിന്റ് 2,5 ആണ്. എക്സ് ആക്സിൽ 2ഉം വൈ ആക്സിൽ 5. എക്സ് ആക്സിൽ 2ഉം വൈ ആക്സിൽ 5 മാർക്ക് ചെയ്യണം. എക്സ് ആക്സിൽ 2 മാർക്ക് ചെയ്തു. വൈ ആക്സിൽ 5 എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നും വരുന്നില്ല. പക്ഷെ വൈ എവിടെയായിരിക്കും വരുന്നത്? 0ക്കും 10ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും വൈ എന്ന് പറയുന്നത് 5 വരുന്നത്. അപ്പം 5 നമ്മൾ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. 2 മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് 2,5. നമുക്ക് അടുത്ത മാർക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 4,20 ആണ്. അടുത്ത പോയിന്റ് 4,20. അതായത് എക്സിന്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 20 ആവുന്ന പോയിന്റ്. എക്സിന്റെ വാല്യൂ 4 ആകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 4ൽ വെച്ചുകൊണ്ട് ഒരു വെർട്ടിക്കൽ ലൈൻ. വൈ ആക്സിൽ 20 വരുന്നത് ഇവിടെയാണ്. ആ പോയിന്റിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ. 2 മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും 4,20 എന്ന് പറയുന്ന പോയിന്റ്. അടുത്ത പോയിന്റ് 6,26 ആണ്. 6,26. എക്സിന്റെ വാല്യൂ 6ഉം വൈയുടെ വാല്യൂ 26. അപ്പോൾ എക്സ് ആക്സിൽ 6 മാർക്ക് ചെയ്തു. 6ൽ വെച്ചുകൊണ്ട് ഒരു ഡോട്ടഡ് ലൈൻ. വൈ ആക്സിൽ 26 ആണ്. ഇപ്പോൾ 26 എന്ന് പറയുന്നത് 20യുടെയും 30യുടെയും ഇടയിലായിരിക്കും വരുന്നത്. എന്തായാലും 25 എന്ന് പറയുമ്പം 20യുടെയും 30യുടെയും മിഡ് പോയിന്റ് ആയിരിക്കും. 26 എന്ന് പറയുമ്പം ആ മിഡ് പോയിന്റിനും കുറച്ചും കൂടി മുകളിലോട്ടായിരിക്കും ആ പോയിന്റ് വരുന്നത്. 26. ആ 26 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. 2 മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും 6,26. അടുത്ത പോയിന്റ് 8,44. എക്സ് ആക്സിൽ 8ഉം വൈ ആക്സിൽ 44. ഇപ്പോൾ എക്സ് ആക്സിൽ 8 മാർക്ക് ചെയ്തു. അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ. വൈ ആക്സിൽ 44. 44 എന്ന് പറയുമ്പം 50യുടെയും 40യുടെയും ഇടയിലായിരിക്കും. 45 എന്ന് പറയുമ്പം മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതിന് തൊട്ട് താഴെ വരുന്ന പോയിന്റാണ് 44. 44 മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ. 2 മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റാണ് 8,44. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് 10,50 ആണ്. എക്സ് ആക്സിൽ 10ഉം വൈ ആക്സിൽ 50. എക്സ് ആക്സിൽ 10 വരുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ 10ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. വൈ ആക്സിൽ 50. 50യിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. 2 മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആണ് 10,50. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ പോയിന്റ്സ് അതേപോലെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യേണ്ട. നമുക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല. ഫസ്റ്റ് പോയിന്റ് 0,0. അടുത്ത പോയിന്റ് 2,5. അടുത്ത പോയിന്റ് 4,20. അടുത്ത പോയിന്റ് 6,26. അടുത്ത പോയിന്റ് 8,44. ലാസ്റ്റ് പോയിന്റ് 10,50. ഇപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില ഗ്രാഫ് നമുക്ക് യൂണിഫോം ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ചില ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല.